മാർക്ക് ഏകീകരണത്തിൽ കേരള സിലബസുകാർ പിന്നിൽ പോകുന്നുവെന്ന പരാതി തീർക്കാനാണ് പുതിയൊരു ഫോർമുല സർക്കാർ നടപ്പിലാക്കിയത്. അത് ഉന്നത മന്ത്രി ബിന്ദുവിന് വലിയൊരു തലവേദനയായി. നടപ്പാക്കിയ രീതി എല്ലാം അങ്ങ് കുളമായി. ഈ വർഷം മാറ്റം കൊണ്ടുവരുന്നത് അപ്രായോഗികമാണെന്ന് ജൂൺ 2-ന് വിദഗ്ധ സമിതി റിപ്പോർട്ട് നൽകിയതാണ്. ജൂൺ 30-ന് ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗത്തിലും ഇത്തവണ മാറ്റം വേണ്ട എന്ന് ചില മന്ത്രിമാർ സംശയം ഉന്നയിച്ചതാണ്. അതാണ് നിയമമന്ത്രിയും കൃഷിമന്ത്രിയും അടക്കം ഇക്കാര്യം ഉന്നയിച്ചു. കേരള സിലബസുകാരുടെ പ്രശ്നം കണക്കിലെടുക്കണമെന്നായിരുന്നു ഭൂരിഭാഗം മന്ത്രിമാരുടെയും അഭിപ്രായം. ഇതൊടുവിൽ ആയിട്ട് മന്ത്രിസഭ ഈ മാറ്റം അംഗീകരിക്കുകയും ചെയ്തു. ആർക്ക് വേണ്ടിയാണോ മാറ്റം കൊണ്ടുവന്നത് അവർക്ക് തന്നെ സർക്കാരിൻ്റെ തിടുക്കം പാരയായി മാറുന്ന അവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. കോടതിയിൽ നിന്ന് തിരിച്ചടി കിട്ടിയതോടെ സർക്കാർ എന്ത് ചെയ്തു? കൈമലർത്തി. അതിനിപ്പോൾ നമ്മുടെ MV ഗോവിന്ദൻ പറയുന്നത് കുട്ടികളുടെ ഭാവി ആലോചിച്ചിട്ടാണ് സുപ്രീം കോടതിയിൽ പോകാത്തത് എന്നാണ്. അതായത് പിൻവാങ്ങുകയും ചെയ്തു, കൈമലർത്തുകയും ചെയ്തു. വിദഗ്ധ സമിതി ശുപാർശയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കൊന്നും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് മറുപടി നിലവിലില്ല. നമ്മൾ പല ഇന്റർവ്യൂകളും കണ്ടാൽ നമുക്ക് മനസ്സിലാവും, പ്രസ് മീറ്റുകളും. പഴയ റാങ്ക് ലിസ്റ്റിൽ 1-ാം റാങ്ക് തന്നെ മാറിപ്പോയി. 8-ാം റാങ്കുകാരൻ 185-ലേക്ക് വീണു. പഴയ ഫോർമുലയിൽ പ്രശ്നമുണ്ടെന്ന് അടിവരയിട്ടു. എന്നാൽ പ്രതിഷേധം ഉയരുമ്പോഴും പരാതി പട്ടികയുമായി തന്നെ മുന്നോട്ട് പോകുന്ന സർക്കാരാണ് ഇപ്പോൾ ഉള്ളത്. കാറ്റഗറി ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് ഉടൻ ഓപ്ഷൻ ക്ഷണിക്കാനാണ് തീരുമാനം. പുതുക്കിയ റാങ്ക് ലിസ്റ്റ് സ്വാഗതം ചെയ്ത CBSE വിദ്യാർത്ഥികൾ വരും വർഷങ്ങളിലും ഈ രീതി തുടരണമെന്നാണ് ആവശ്യപ്പെടുന്നത്. നേരത്തെയുള്ള റാങ്ക് കണക്കുകൂട്ടി പ്രതീക്ഷിച്ചു വെച്ച കോളേജുകളും പ്രോഗ്രാമുകളും ലഭിക്കില്ലെന്ന പ്രതിസന്ധിയിലാണ് നമ്മുടെ വിദ്യാർത്ഥികൾ. രക്ഷിതാക്കളും കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണ്. മാർക്ക് ഏകീകരണ രീതിയിൽ മാറ്റുന്നതിനെ കോടതിയെ സമീപിച്ച CBSE വിഭാഗം വിദ്യാർത്ഥികൾക്ക് വലിയ മുൻതൂക്കം ലഭിക്കുന്നുവെന്നാണ് പുതിയ റാങ്ക് ലിസ്റ്റ് കാണിക്കുന്നത്. കേരള സിലബസ് വിദ്യാർത്ഥികളുടെ ആശങ്ക പരിഗണിക്കുന്നതിൽ കൈമലർത്തുന്ന സർക്കാരിനോട് എന്തു പറയാനാണ്? കോടതി വിധി ചൂണ്ടിക്കാട്ടിയും മാധ്യമങ്ങളെ പഴിച്ചുമാണ് സർക്കാർ പ്രവേശന നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. ഇത് ഇന്ന് തന്നെ തുടങ്ങാനാണ് തീരുമാനം. മന്ത്രിസഭാ യോഗത്തിൽ ഉയർന്ന സംശയങ്ങളും വിദഗ്ധ സമിതിയുടെ ശുപാർശയും തള്ളി പുതിയ ഫോർമുല ഈ വർഷം തിരക്കിട്ട് നടപ്പാക്കാൻ ശ്രമിച്ചതാണ് ഇപ്പോഴത്തെ ഈ പ്രതിസന്ധിക്ക് കാരണം. എന്തായാലും ഇപ്പോഴും ഇതൊന്നും സർക്കാർ അംഗീകരിച്ചിട്ടില്ല. അത് MV ഗോവിന്ദന്റെ വാക്കുകളിൽ വ്യക്തമാണ്. കേരളത്തിലെ പൊതു വിദ്യാഭ്യാസത്തെയും ഉന്നത വിദ്യാഭ്യാസത്തെയും തറക്കാൻ കേരളത്തിന് തന്നെ പ്രത്യേക രീതിയിൽ വളർന്നു വന്ന ഈ അതിശക്തിയായ വിദ്യാഭ്യാസ മുന്നേറ്റത്തെ തകർക്കാൻ ഒരു ശക്തിയെയും അനുവദിക്കില്ല എന്ന് കേരളം ഒറ്റക്കെട്ടായി പ്രഖ്യാപിക്കേണ്ടുന്ന സമയമാണിത് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇപ്പോൾ കീം റിസൾട്ടുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉയർന്നു വന്നിരിക്കുകയാണ്. എഞ്ചിനീയറിംഗ് മേഖലയിലെ പ്രവേശന പരീക്ഷാ ഫലവുമായി ബന്ധപ്പെട്ട് കോടതി പുറപ്പെടുവിച്ച വിധി യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി നടത്തിയ ഒരു ശ്രമത്തിന് കോടതിയുടെ അംഗീകാരം ലഭിച്ചില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതാണ് വിധി. കേരള സിലബസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയിൽ റാങ്ക് നിർണയിക്കുമ്പോൾ അവർ പിന്തള്ളപ്പെട്ടു പോകുന്നു എന്നതായിരുന്നു ഇവിടെ കുറച്ചു കാലമായി സജീവമായി ചർച്ച ചെയ്ത പ്രശ്നം. മാധ്യമങ്ങളിൽ ഇത് സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ചർച്ചകൾ ഉയർന്നു വന്നു. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് കേരള സിലബസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കൂടുതൽ അവസരം ലഭിക്കുക എന്ന കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ കീം പ്രവേശന പരീക്ഷയിൽ മാർക്ക് ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില ക്രമീകരണങ്ങൾ നടത്തിയത്. അത് കേരള സിലബസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ അവർ കുറേ കാലമായിട്ട് ഉന്നയിക്കുന്ന ആവശ്യവുമായിരുന്നു. ആ പോരായ്മ പരിഹരിക്കുന്നതിനുള്ള ഇടപെടലാണ്
ഗവൺമെൻറ് ഭാഗത്തു നിന്ന് ഉണ്ടായത്. അതാണ് ഇപ്പോഴും കോടതി വിധിയിലൂടെ ഇല്ലാതായിരിക്കുന്നത്. ഇതെല്ലാം പരിശോധിച്ച് ഭാവിയിൽ കേരള സിലബസിലെ വിദ്യാർത്ഥികൾക്ക് പിന്തള്ളപ്പെടാതെ പോകുന്നതിനുള്ള സമീപനം, അതിനുതകുന്ന രീതിയിലുള്ള നിലപാടുകൾ സർക്കാർ സ്വീകരിക്കേണ്ടതാണ് എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇപ്പോൾ രണ്ടും തമ്മിലുള്ള താരതമ്യം പുറത്തു വരികയുണ്ടായി. കേരള സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എത്രത്തോളമാണ് നഷ്ടമുണ്ടാകുന്നത് എന്ന കാര്യം മാധ്യമങ്ങൾ തന്നെ ഇപ്പോൾ പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. കേരള സിലബസുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെൻറ് ചൂണ്ടിക്കാണിച്ച രീതിയിൽ പ്രവേശനം ലഭിച്ചിരുന്നുവെങ്കിൽ അതിൽ 1ാം റാങ്ക് കിട്ടുമായിരുന്ന കുട്ടി ഇപ്പോൾ 7ാം റാങ്കുകാരനായിട്ട് പിന്തള്ളുകയാണ് ചെയ്തത്. ഇതുൾപ്പെടെയുള്ള നിരവധി കുട്ടികളുടെ അവരുടെ പ്രതീക്ഷ അവർക്ക് പ്രയാസം സൃഷ്ടിക്കുന്ന രീതിയിൽ ആയി എന്നുള്ളതാണ് ഇപ്പോൾ ഉണ്ടായ ഒരു ചിത്രം.